സോ നെക്സ്റ്റ് കേസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേസ് നമ്പർ 3. അപ്പോൾ ജുഡീഷ്യൽ അപ്ഡേറ്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. CA ഫൈനലിന്റെ September 25 എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ എഡിഷൻ ആണ്. അതിനുവേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ഒരു ജുഡീഷ്യൽ അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് 5 കേസ് ലോസ് ICA ഇറക്കിയിട്ടുണ്ട്. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ 3rd കേസ് ലോ ആണ് ഇവിടെ അപ്പലറ്റ് ബാങ്ക് ഓഫ് രാജസ്ഥാൻ ലിമിറ്റഡ് ആണ്. ഇതിന്റെ മുമ്പത്തെ 2 കേസിൽ ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു. ഇവിടെ ബാങ്ക് ഓഫ് രാജസ്ഥാൻ ലിമിറ്റഡ് ആണ് ഇവിടുത്തെ അപ്പലന്റ്. സോ ബാങ്ക് ഓഫ് രാജസ്ഥാൻ ലിമിറ്റഡ് ബേസ് 2024 ആണ്. നേരത്തെ 2025 ആയിരുന്നു. ഇത് 2024 ആണ്. സുപ്രീം കോടതി ഡിസിഷൻ ആണ്. അപ്പോൾ ഈ ഒരു ഡിസിഷൻ, ഈ ഒരു കേസ് എന്താണെന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഇഷ്യൂ എന്ന് പറയുന്നത് whether the interest paid by the banks for broken period on purchase of securities can be claimed as revenue expenditure എന്നുള്ളതാണ് ശരിക്കും ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഇഷ്യൂ എന്താണ്? whether the interest paid by banks for the broken period. അപ്പോൾ എന്താണ് ബ്രോക്കൺ പീരീഡ് എന്നുള്ളത് നമുക്കറിയണം. സോ ബ്രോക്കൺ പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യുമ്പോൾ ആൾറെഡി അതിന്റെ ഒരു പേയ്മെന്റ് കഴിഞ്ഞു, അതിന്റെ ഒരു ഇൻട്രസ്റ്റ് പേ ചെയ്യുന്ന ഒരു ഡേറ്റ് ഉണ്ടാവും, പിന്നെ അടുത്ത ഇൻട്രസ്റ്റ് പേ ചെയ്യുന്ന ഒരു ഡേറ്റ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഒരു വർഷം 2 ഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഡേറ്റ് കഴിഞ്ഞു, അടുത്ത ഡേറ്റ് ആയിട്ടില്ല, പക്ഷെ ഒരു 4 മാസമായി, അടുത്ത 2 months. അപ്പോൾ ഈ 4 മാസത്തിനുള്ള ഇൻട്രസ്റ്റ് കൂടെ കാൽക്കുലേറ്റ് ചെയ്യും, അതിന്റെ പൈസയും കൂടെ കൊടുക്കേണ്ടി വരും. ഓക്കെ, ഇവിടെ പർച്ചേസ് ആണല്ലോ. പർച്ചേസ് എന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മൾ ആ സെക്യൂരിറ്റീസിന് ഒരു പൈസ കൊടുക്കുന്നു, ഇത്രയും കാലത്തെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു എമൗണ്ടും കൊടുക്കുന്നു. അപ്പോൾ ഈ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് എമൗണ്ട് പാർട്ടി എന്ത് ചെയ്തിട്ടുണ്ട്? അത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആക്കിയിട്ട് P&L കാണിച്ചിട്ടുണ്ട്, എക്സ്പെൻസ് ക്ലെയിം ചെയ്തിട്ടുണ്ട്. ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ് എന്നുള്ളതാണ്. ഇതാണ് ഇവിടുത്തെ ഇഷ്യൂ ക്ലിയർ ആണല്ലോ. സോ വെദർ ദ ഇൻട്രസ്റ്റ് പെയ്ഡ് ബൈ ബാങ്ക്സ് ഫോർ ദ ബ്രോക്കൺ പീരീഡ് ഓൺ പർച്ചേസ് ഓഫ് സെക്യൂരിറ്റി ക്യാൻ ബി ക്ലെയിംഡ് ആസ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഇവിടുത്തെ ഇഷ്യൂ. ബ്രോക്കൺ പീരീഡ് എന്ന് ഞാൻ പറഞ്ഞു. ബ്രോക്കൺ പീരീഡ് refers to the period between the last interest payment date on a security and the purchase date of that security by the buyer. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ് ഇത് ബ്രോക്കൺ പീരീഡ്. ആ ബ്രോക്കൺ പീരീഡിന്റെ ഇൻട്രസ്റ്റ് കൂടെ പേ ചെയ്തിട്ടുണ്ട്. ആ പേ ചെയ്ത എമൗണ്ട് റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് ഇവിടെ നമ്മുടെ ബാങ്ക് ഓഫ് രാജസ്ഥാൻ ലിമിറ്റഡ് ക്ലെയിം ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഫാക്ട്സ് എന്താ? ദ ബാങ്ക് ഓഫ് രാജസ്ഥാൻ വാസ് എ സ്കെഡ്യൂൾഡ് ബാങ്ക് ഇൻവോൾവ് ഇൻ ദ പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ്. It classified these securities as stock in trade in its books of accounts. So കേസ് ഇതാണ്. ഇവര് പർച്ചേസ് സെക്യൂരിറ്റീസ്, ഗവൺമെന്റ് സെക്യൂരിറ്റി പർച്ചേസ് ചെയ്യും, സെയിൽ ചെയ്യും. അപ്പോൾ ഇവർ ഈ ഒരു സെക്യൂരിറ്റീസ് അവർ എന്തായിട്ടാണ് കാണിച്ചിട്ടുള്ളത്? സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത്. സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ടാണ് ഈ സെക്യൂരിറ്റീസ് അവർ കാണിച്ചിട്ടുള്ളത്. സോ അവരുടെ മെയിൻ പരിപാടി സെക്യൂരിറ്റീസ് വാങ്ങുക, അത് വിൽക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ മെയിൻ പരിപാടി. Bank followed a consistent method of netting interest paid for the broken period. എന്ന് പറഞ്ഞാൽ എന്താ? ഇവർ സെയിൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാവും? ഈ ഒരു ഇൻട്രസ്റ്റ് കളക്ട് ചെയ്യുന്നുണ്ടാവും അല്ലെ? ബ്രോക്കർ പീരീഡിന്റെ ഇൻട്രസ്റ്റ് ഇവർ സെക്യൂരിറ്റി സെയിൽ ചെയ്യുമ്പോൾ അവർ കളക്ട് ചെയ്യുന്നുണ്ടാവും. അതുപോലെ അവര് പർച്ചേസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാവും? ഇതിന് എക്സ്ട്രാ പേയ്മെന്റും കൊടുക്കുന്നുണ്ടാവും. ഇത് തമ്മിൽ അവർ നെറ്റ് ചെയ്യും. നെറ്റ് ചെയ്തിട്ടാണ് അവർ കാണിക്കാറ് എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ സെയിൽ ചെയ്തപ്പോൾ അവർക്ക് ഒരു 20,000 കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, പർച്ചേസ് ചെയ്തപ്പോൾ അവരൊരു 15,000 കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ കാണിക്കുന്നത് ഇൻട്രസ്റ്റ് ഇൻകം ആയിട്ട് 5,000 ആയിരിക്കും അവർ കാണിക്കുന്നത്. നേരെ തിരിച്ചാണെങ്കിൽ എക്സ്പെൻസ് ആയിട്ട് അവർ 5,000 ആയിരിക്കും കാണിക്കുന്നത്. ഇതാണ് അവർ ചെയ്യുന്നത് എന്നുള്ളതാണ് അല്ലെ. ദ ബാങ്ക് ഫോളോഡ് എ കൺസിസ്റ്റന്റ് മെത്തേഡ് ഓഫ് നെറ്റിംഗ് ഇൻട്രസ്റ്റ് പെയ്ഡ് ഫോർ ദ ബ്രോക്കൺ പീരിയഡ്. ദ ഇൻട്രസ്റ്റ് അക്രൂഡ് ഓൺ സെക്യൂരിറ്റി പർച്ചേസ് ബിറ്റ്വീൻ ഇൻട്രസ്റ്റ് പേയ്മെന്റ് ഡേറ്റ്സ് against interest recovered on the sale of securities. ആ ഒരു പോയിന്റ് ക്ലിയർ ആണല്ലോ? ഞാൻ പറഞ്ഞ പോയിന്റ് തന്നെയാണല്ലോ അത്. ഓക്കെ, അങ്ങനെയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് ഈ ഒരു രീതി ഉണ്ടല്ലോ, ഇത് ഡിപ്പാർട്ട്മെന്റ് ഏർലിയർ അസസ്മെന്റ് ഒക്കെ വരുന്നത് കഴിഞ്ഞാൽ ആ സമയത്ത് ഇവർ സമ്മതിച്ചിട്ടുണ്ട്. ഓക്കെ, ആ ഒരു സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു രീതിക്ക് ഒരു പ്രശ്നവും പറഞ്ഞിട്ടില്ല, അസസ്മെന്റ് അങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഫർദർ എന്ത് ചെയ്തു? CIT എക്സൈസ് ഇസ് റിവിഷണൽ ജുറിസ്ഡിക്ഷൻ 263 ഉപയോഗിച്ചിട്ട് പറഞ്ഞു ഈ ഇൻട്രസ്റ്റ് ഫോർ ദ ബ്രോക്കൺ പീരീഡ് അങ്ങനെ റവന്യൂ എക്സ്പെൻഡിച്ചർ ആക്കാൻ പറ്റൂല. അതെന്ത് ചെയ്യണം? കോസ്റ്റ് ഓഫ് അക്വിസിഷന്റെ കൂടെ ആഡ് ചെയ്യണം, എന്നിട്ട് ഡിഡക്ഷൻ അലോ ചെയ്യാൻ പറ്റൂല. ഇതാണ് ആരുടെ കണ്ടൻഷൻ? CIT-യുടെ കമ്മീഷൻ ഓഫ് ഇൻകം ടാക്സിന്റെ കണ്ടൻഷൻ. അവരവിടെ 263 ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് അവരുടെ ആ ഒരു ഓപ്ഷൻ റിവിഷണൽ ജുറിസ്ഡിക്ഷൻ 263 എക്സസൈസ് ചെയ്തിട്ടാണ് പറഞ്ഞത് ഇങ്ങനെയാണ്. അതുകൊണ്ട് അത് സമ്മതിച്ചു തരാൻ പറ്റൂല. അതെന്ത് ചെയ്യണം? നിങ്ങളുടെ കോസ്റ്റിന്റെ കൂടെ ആഡ് ചെയ്തോ, സെയിൽ ചെയ്യുമ്പോൾ അതിന്റെ വ്യത്യാസം എടുത്തോ, അല്ലാതെ അത് ഓരോ വർഷവും ഉള്ള റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ട് കാണിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ആര് പറഞ്ഞത്? CIT പറഞ്ഞത്, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞത്. അപ്പൊ എന്തായിരുന്നു ഡിസിഷൻ? സുപ്രീം കോടതി പറഞ്ഞു ബാങ്കിന് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ഒക്കെ ചെയ്യണം അല്ലെ. ഗവൺമെന്റ് സെക്യൂരിറ്റി പർച്ചേസ് ചെയ്യുമ്പോൾ 3 നമ്മൾ കാണണം സെക്യൂരിറ്റീസിന്. ഒന്ന് ഹെൽഡ് HTM എന്ന് പറയും, ഹെൽഡ് ടു മെച്യൂരിറ്റി. അപ്പൊ ചില സെക്യൂരിറ്റീസ് നമ്മൾ ലോങ് ടേമിൽ ഹോൾഡ് ചെയ്യാൻ, മെച്യൂരിറ്റി പീരീഡിലോട്ട് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ചെയ്യുന്നത്. ചിലത് അവൈലബിൾ ഫോർ സെയിൽ, AFS എന്ന് പറഞ്ഞാൽ അവൈലബിൾ ഫോർ സെയിൽ.
ദെൻ ഹെൽഡ് ഫോർ ട്രേഡിംഗ്. ഈ 3 രീതിയിൽ എന്ത് ചെയ്യാം, പർച്ചേസ് ചെയ്യാം. അതിൽ കോർട്ട് പറയുന്നത് അവൈലബിൾ ഫോർ സെയിലും അതുപോലെ ഹെൽഡ് ഫോർ ട്രേഡിങ്ങും, ഹെൽഡ് ഫോർ ട്രേഡിംഗ് അവൈലബിൾ, ഹെൽഡ് ടു മെച്യൂരിറ്റി അല്ല, ഹെൽഡ് ഫോർ ട്രേഡിങ്ങും അവൈലബിൾ ഫോർ സെയിലും, ഇത് രണ്ടും ആകുമ്പോൾ എന്താണ്, എപ്പോൾ വേണമെങ്കിലും ഇത് സെയിലിന് വേണ്ടിയിട്ട് അവൈലബിൾ ആണ്, സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ടാണ് ഇവർ ഇത് കീപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യണം, അതിന്റെ ബ്രോക്കൺ പീരീഡ് ഇൻട്രസ്റ്റ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ട് തന്നെയാണ് കാണിക്കേണ്ടത്. അപ്പൊ ഡിഡക്റ്റബിൾ ആണ് എന്നുള്ളതാണ് സുപ്രീം കോർട്ടിന്റെ ഡിസിഷൻ വന്നത്. അപ്പൊ എന്തായിരുന്നു ഡിസിഷൻ വന്നത്, സുപ്രീം കോർട്ടിനല്ലേ അല്ലെ, സുപ്രീം കോർട്ടിന്റെ ഡിസിഷൻ വന്നത് എന്തായിരുന്നു, ഇത് രണ്ടും ഇവർ പറഞ്ഞ സെക്യൂരിറ്റി ബ്രോക്കൺ പീരീഡ് ഇൻട്രസ്റ്റ് ഏതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്, സ്റ്റോക്ക് ഇൻ ട്രേഡ് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്, അവൈലബിൾ ഫോർ AFSO അല്ലെങ്കിൽ HFTO ആണ് അല്ലെ, ഹോൾഡിംഗ് ഫോർ ട്രേഡിങ്ങോ അല്ലെങ്കിൽ ഹെൽഡ് ഫോർ ട്രേഡിങ്ങോ അല്ലെങ്കിൽ അവൈലബിൾ ഫോർ സെയിലോ ആണ്. ഇത് രണ്ടും സ്റ്റോക്ക് ഇൻ ട്രേഡുമായി റിലേറ്റ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് അത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആക്ടിന് ക്ലെയിം ചെയ്യാം. ഇനി HTM ആണെങ്കിൽ ഹെൽഡ് ടു മെച്യൂരിറ്റി ആണ് എന്നുണ്ടെങ്കിൽ അതാണ് എന്ത് ചെയ്യേണ്ടത്, ലോങ് ടേം ആണ്, അവിടെ നമുക്കത് കോസ്റ്റ് ഓഫ് അക്വിസിഷനുമായിട്ട് എടുക്കാം എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പൊ സുപ്രീം കോടതി പറഞ്ഞത് എന്താണ്, AFSും HFTയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള അത്തരം സെക്യൂരിറ്റീസ് ആണെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഫോർ ദ ബ്രോക്കൺ പീരീഡ് എന്തായിട്ട് ഡിഡക്ട് ചെയ്യാം, റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്, അത് ഡിഡക്ട് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. ഹെൽഡ് ടു മെച്യൂരിറ്റി ആണെങ്കിലാണ് എന്ത് ചെയ്യേണ്ടത്, പാർട്ട് ഓഫ് ദ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആക്കേണ്ടത്. സോ ഇതാണ് ആ ഒരു കേസിലോട് വന്ന ഡിസിഷൻ. അപ്പോൾ ഇത് ഈസിയാണ് ബാങ്ക് ഓഫ് രാജസ്ഥാൻ ലിമിറ്റഡിന്റെ കേസിലുള്ളത്. ഇത്രയേ ഉള്ളൂ. ഇൻട്രസ്റ്റ് ഫോർ ദ ബ്രോക്കൺ പീരീഡ് എന്താ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഈ ബ്രോക്കൺ പീരീഡ് AFS ആണെങ്കിലും ഹെൽഡ് ഫോർ ട്രേഡിംഗ് ആണെങ്കിലും എന്ത് ചെയ്യണം, അതിൽ വരുന്ന ഇൻട്രസ്റ്റുകൾ എന്ത് ചെയ്യാം, റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ട്, ബ്രോക്കൺ പീരീഡ് ഇൻട്രസ്റ്റ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാം, അത് എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യാം. ഇനി ഹെൽഡ് അപ് ടു മെച്യൂരിറ്റി ആണ് എന്നുണ്ടെങ്കിൽ അത് ലോങ് ടേം ആണ്. അപ്പോൾ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഇത്തരം ബ്രോക്കൺ പീരീഡ് ഇൻട്രസ്റ്റ് എന്ത് ചെയ്യണം, അത് കോസ്റ്റ് ഓഫ് അക്വിസിഷനുമായിട്ടാണ് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്, അതിന്റെ പാർട്ടായിട്ടാണ് നിങ്ങൾ എടുക്കേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു കേസിൽ സുപ്രീം കോർട്ടിന്റെ ഡിസിഷൻ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണല്ലോ അല്ലെ.